പ്രണയം. രചന ഐശ്വര്യ. അരക്ക് കീഴ്പോട്ട് തളർന്നുപോയ ആ മനുഷ്യനെ വിവാഹം കഴിക്കണമെന്ന് അച്ഛൻ ആജ്ഞാപിച്ചപ്പോൾ അമ്മയും അനിയത്തിമാരും ഒരു മൂലയ്ക്ക് നിന്ന് തേങ്ങുന്നുണ്ടായിരുന്നു. തിരിച്ചു പറയാനുള്ള ശക്തിയെല്ലാം മേശപ്പുറത്തിരുന്ന വിഷക്കുപ്പിയിൽ ലയിച്ച് ഇല്ലാതെയായിരുന്നു. ഇതൊരു ശിക്ഷയായി കരുതിയാൽ മതി. താലികെട്ടിനു അമ്പലത്തിൽ നിന്നപ്പോൾ അച്ഛൻ്റെ ആ വാക്കുകൾ ആയിരുന്നു മനസ്സിൽ മുഴുകിക്കൊണ്ടിരുന്നത്. 4 ചക്ര വീൽചെയർ കൈകൊണ്ട് പ്രവർത്തിപ്പിച്ച് അമ്പലത്തിലേക്ക് കടന്നുവന്ന ആ ചെറുപ്പക്കാരൻ്റെ നിഷ്കളങ്കമായ പുഞ്ചിരിക്ക് മറുപുഞ്ചിരി കൊടുക്കാതിരിക്കാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് കഴിഞ്ഞില്ല. ഒരു ചിരിബന്ധം മാത്രമുള്ള ആ മനുഷ്യന് മുന്നിൽ താലി കെട്ടാൻ തല കുനിക്കുമ്പോൾ സ്വപ്നങ്ങളെയും ഇഷ്ടങ്ങളെയും പ്രണയത്തെയും അതുപോലൊരു കുരുക്കിട്ട് പൂട്ടിക്കെട്ടിയിരുന്നു ഞാനും. ശിഷ്ടകാലം അദ്ദേഹത്തെയും കുടുംബത്തെയും ശുശ്രൂഷിച്ച് ഒരു അടുക്കള വേലക്കാരിയായി ഒതുങ്ങണം എന്ന് മാത്രമായിരുന്നു ആ ഇരുനില ബഹുമാളികയിൽ വലത് കാൽ വെച്ച് കയറിയപ്പോൾ എൻ്റെ ആഗ്രഹം. ശരീരത്തിൻ്റെ തളർന്നുപോയ 50% ഗൗനിക്കാതെ ലോകം കീഴടക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ ഞാൻ കൗതുകത്തോടെ നോക്കി നിന്നു. ചെറിയൊരു കാര്യത്തിനു പോലും ആരെയും ആശ്രയിക്കാത്ത പ്രകൃതം. കഴിക്കുന്ന പാത്രം പോലും സ്വന്തമായി കഴുകണമെന്ന് വാശി പിടിക്കുന്ന വ്യക്തി. വായനയെയും എഴുത്തിനെയും പ്രണയിച്ചൊരാൾ. ചിത്രരചന കൂട്ടായി മാറ്റിയൊരാൾ. ഓരോ ദിനം കഴിയും തോറും അദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അന്നൊരു നാൾ ആകാശത്തെ താരകങ്ങളോട് മിണ്ടിപ്പറയും നേരം 18 തികയും മുന്നേ ഇഷ്ടപ്രാണേശ്വരൻ്റെ കൂടെ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു പെൺകുട്ടിയെ ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. പൊന്നും പണവും ഇല്ലാതെ ഇറങ്ങിച്ചെന്നതിന് കരണം നോക്കിയുള്ള അടിയായിരുന്നു ആദ്യ സമ്മാനം. തിരികെ പോകാനുള്ള ധൈര്യമില്ലായിരുന്നു. ആട്ടിയും കളിയാക്കിയും അടിച്ചും തൊഴിച്ചും തുപ്പിയും ഓരോ ദിനവും അയാൾ പക വീട്ടിക്കൊണ്ടിരുന്നു. മരിക്കാൻ പോലും അനുവാദമില്ലായിരുന്നു. ഒരിക്കൽ അയാളുടെ അടിയിൽ തല പൊട്ടി ചോരയൊലിച്ച് ബോധം പോയ എന്നെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ വെച്ച് എന്നെ കണ്ട അമ്മയാണ് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. പെറ്റ വയറല്ലേ, നോവാതിരിക്കില്ലല്ലോ. പിന്നീട് ഒരു ഏകാന്തവാസമായിരുന്നു. മുറിക്കുള്ളിൽ അടച്ചിരുന്നു, സ്വയം ശിക്ഷിച്ചുകൊണ്ടിരുന്നു. ആ മുറിയിൽ നിന്നും പിന്നീട് ഞാൻ പുറത്തേക്കിറങ്ങിയത് നമ്മുടെ വിവാഹത്തിനായിരുന്നു. സത്യത്തിൽ ഈ വിവാഹവും എനിക്കുള്ള ശിക്ഷയായിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത്. എന്നിട്ട് കണ്ണിമ വെട്ടാതെ അദ്ദേഹം എന്നെ ശ്രവിച്ചു. ആ ശിക്ഷയെയാണ് ഞാൻ ഇന്ന് ഈ ലോകത്ത് ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. പറഞ്ഞു തീരും മുന്നേ അദ്ദേഹം എന്നെ മാറോട് ചേർത്തിരുന്നു. നേടിയെടുത്ത ബിസിനസ് സാമ്രാജ്യങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മുന്നിൽ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ എന്നിൽ അഭിമാനിക്കുന്ന അദ്ദേഹത്തെ ഞാൻ കണ്ടു. എന്നും ഒരു കാവലായി ശുശ്രൂഷിച്ച് അദ്ദേഹത്തിന് കൂടെ ആയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴും എനിക്കെന്നും കൂട്ടായി അദ്ദേഹം വേണമെന്ന് ഉള്ളം ആഗ്രഹിച്ചിരുന്നു. ഒരിക്കൽ കണ്ടിരുന്ന സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ സഹായിച്ചും പിന്നെയും പിന്നെയും ഉയരങ്ങൾ സ്വപ്നം കാണാൻ പ്രോത്സാഹിപ്പിച്ചും ഒരിക്കൽ കുത്തിക്കീറി പിളർക്കപ്പെട്ടു പോയ എൻ്റെ ഹൃദയത്തെ പ്രണയം കൊണ്ട് അദ്ദേഹം സുഖപ്പെടുത്തുകയായിരുന്നു. അനുജത്തിയുടെ വിവാഹം പറയാൻ വന്ന അച്ഛൻ എന്നോട് ക്ഷമ ചോദിച്ചു. അച്ഛൻ എന്നോട് ചെയ്തതൊരു തെറ്റായിരുന്നുവത്രേ. അച്ഛൻ എനിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും ശരി അദ്ദേഹമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മണിക്കൂറുകൾ മാത്രം ജീവിച്ചിരിക്കുമെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയപ്പോൾ ആ വിധി പോലും തിരുത്തിയെഴുതി അദ്ദേഹം ലോകം കീഴടക്കി. നീണ്ട 40 വർഷം. ശരീരം മാത്രമേ ഇപ്പോൾ എന്നോട് കൂടെ ഇല്ലാത്തുള്ളൂ. അദ്ദേഹം ഇപ്പോഴും എന്നോട് കൂടെയുണ്ട്. എൻ്റെ ഓരോ ശ്വാസത്തിലും ഞങ്ങൾ ഇപ്പോഴും പ്രണയിച്ചു കൊണ്ടിരിക്കുന്നു. മഴയത്തും മഞ്ഞത്തും അതിനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഞാനും ഈ മണ്ണിന് സ്വന്തമാകും വരെ.